ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമ സംഹിതയാണ് ഭരണഘടന. ഭരണഘടനകളെ ലിഖിത ഭരണഘടനയെന്നും അലിഖിത ഭരണഘടനയെന്നും രണ്ടായി തരംതിരിക്കാം. നിലവിലുള്ള ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയാണ്. എന്നാൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയാണ്. അലിഖിത ഭരണഘടനയുള്ള രണ്ടു രാജ്യങ്ങളാണ് ബ്രിട്ടനും ഇസ്രയേലും. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് വിവരിക്കുമ്പോൾ ആദ്യമായി പറയേണ്ടത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെക്കുറിച്ചാണ്. ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്. ഇന്ത്യക്കാർക്ക് സ്വന്തം ഭരണഘടന തയ്യാറാക്കുവാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന വേവൽ പ്ലാനാണ് നിലവിൽ വന്നത്. 1945 വേവൽ പ്ലാൻ നിലവിൽ വന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ക്യാബിനറ്റ് മിഷൻ്റെ അടിസ്ഥാനത്തിലാണ്. 1946 മാർച്ച് 24 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത്. മിഷൻ്റെ പ്ലാൻ പ്രസിദ്ധപ്പെടുത്തിയത് 1946 മെയ് 16 സ്വരാജ് പാർട്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്നും ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് MN റോയിയാണ്. ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. പെറ്റ്വിക് ലോറൻസ് ആയിരുന്നു ചെയർമാൻ. സ്റ്റഫോർഡ് ക്രിപ്സും AV അലക്സാണ്ടറും ആയിരുന്നു അടുത്ത 2 അംഗങ്ങൾ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ വൈസ്രോയി വേവൽ പ്രഭു ആയിരുന്നു. എന്നാൽ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലിയാണ്. ഇദ്ദേഹം തന്നെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടനിൽ അധികാരത്തിലുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി ലേബർ പാർട്ടിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കാനാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. 1947 ആഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത്. 7 അംഗങ്ങളാണ് ഇതിലുണ്ടായിരുന്നത്. BR അംബേദ്കർ ആയിരുന്നു ചെയർമാൻ. KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, DP ഗെയ്ത്താർ, BL മിത്തർ എന്നിവരായിരുന്നു മറ്റംഗങ്ങൾ. ഗെയ്ത്താറിന് പകരമായി TT കൃഷ്ണമാചാരിയും മിത്തറിന് പകരമായി N മാധവറാവുവും പിന്നീട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അംഗങ്ങളായി. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6 പ്രഥമ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 9 വനിതകൾ ഉൾപ്പെടെ 207 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിലായിരുന്നു സമ്മേളന വേദി. ആദ്യ സമ്മേളനം അവസാനിച്ചത് 1946 ഡിസംബർ 23 ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ആദ്യ അധ്യക്ഷൻ. ഇദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 389 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. പാകിസ്ഥാൻ അംഗങ്ങൾ പിരിഞ്ഞു പോയതോടുകൂടി അംഗസംഖ്യ 299 ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 93 എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 292 17 അംഗങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 3 പേർ മലയാളികളായിരുന്നു. ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 3 വനിതകൾ ഉൾപ്പെടെ 17 മലയാളികളാണ് ഉണ്ടായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊച്ചിയെ പ്രതിനിധാനം ചെയ്ത് പനമ്പിള്ളി ഗോവിന്ദമേനോനാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരാധ്യക്ഷൻ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദും JB കൃപാലിനിയാണ് ഭരണഘടനയെ ആദ്യമായി അഭിസംബോധന ചെയ്തത്. ഉപാധ്യക്ഷൻ HC മുഖർജിയും ഉപദേശകൻ BN റാവുമായിരുന്നു. ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്തത് അമേരിക്കയിലാണ്.
അമേരിക്കൻ ഭരണഘടനയിൽ നിലവിൽ വന്നത് 1789 ജെയിംസ് മാഡിസനാണ് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ്. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്ലീസ് വാച്ച് പാർട്ട് 2.